അപ്പോൾ ഓഗസ്റ്റ് 3 ഞായറാഴ്ച രാത്രി 7 മണിക്ക് ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ബിഗ് ബോസിൽ ആരൊക്കെയാണ് വരാൻ പോകുന്നതെന്ന് ഇപ്പോൾ ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ചെയ്യേണ്ടതാണ് വിചാരിച്ചത്. പിന്നീട് ആലോചിച്ചപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം എന്ന് തീരുമാനിച്ചു. കാരണം എല്ലാവരും അവർ വരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആരൊക്കെ വരുന്ന നമുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ എന്തായാലും ബിഗ് ബോസിൽ വരാൻ സാധ്യതയുള്ള ഒരാളാണ് ഈ ചേച്ചി നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. നമ്മളൊക്കെ ഇൻസ്റ്റാഗ്രാം തുറക്കുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാം റീൽസ് ഫീഡിൽ ആദ്യം വന്ന് കിടക്കുന്ന ഒരു ചേച്ചിയാണ്. അതായത് രേണു സുധി, മരിച്ചുപോയ സുധി ചേട്ടന്റെ ഭാര്യ. ഈ ഒരു ചേച്ചിയും ബിഗ് ബോസിൽ വരുന്നുണ്ട് എന്നാണ് അറിഞ്ഞത്. വരട്ടെ. അടുത്തത് ബിഗ് ബോസിൽ വരാനായിട്ട് പോകുന്നത്, നീയൊക്കെ ഹോൾസെയിലും ചെയ്യില്ല റീറ്റെയിലും ചെയ്യില്ല എന്ന് പറഞ്ഞ നമ്മുടെ അങ്കമാലി ഡയറീസിലെ അപ്പാനി ശരത്. ഓക്കെ, ഇയാളും ബിഗ് ബോസിലോട്ട് വരുന്നുണ്ട് എന്നാണ് അറിഞ്ഞത്. വരട്ടെ. അടുത്തത് ബിഗ് ബോസിലോട്ട് വരാൻ പോകുന്നത് നമ്മുടെ ഏഷ്യാനെറ്റിൽ തന്നെ സീരിയലിൽ അഭിനയിച്ചിട്ടുള്ള, അതായത് ഗീതാ ഗോവിന്ദം എന്ന് പറയുന്ന സീരിയലിൽ അഭിനയിച്ചിട്ടുള്ള ബിന്നി സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഈ ഒരു ചേച്ചിയാണ് അടുത്തത് ബിഗ് ബോസിലോട്ട് വരാനായിട്ട് സാധ്യതയുള്ളത്. ഓക്കെ, വരട്ടെ. അപ്പോൾ അടുത്തത് ബിഗ് ബോസിലോട്ട് വരാനായിട്ട് സാധ്യതയുള്ളത് ഏഷ്യാനെറ്റിലെ തന്നെ പരിപാടിയായിട്ടുള്ള സ്റ്റാർ സിംഗർ എന്ന ഷോയില് പാട്ടുപാടി മറ്റുള്ളവരുടെ മനോട്ട് കവർന്ന ഒരാളാണ്. ആളുടെ പേര് അക്ബർ ഖാൻ. ഓക്കെ, നിങ്ങൾ ഇയാളെ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ആളും ബിഗ് ബോസിൽ വരുന്നുണ്ട്. അപ്പോൾ ആളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം പാട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ബിഗ് ബോസിൽ കേൾക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ബിഗ് ബോസിൽ വരുമ്പോൾ അവിടെ ബിഗ് ബോസിന്റേതായ ആ ഷോയിൽ നിൽക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ആൾക്ക് ഉണ്ടാവട്ടെ. നമുക്ക് അടുത്ത ആളാരാണെന്ന് നോക്കാം. അപ്പൊ അടുത്തത് ബിഗ് ബോസിൽ വരാനായിട്ട് പോകുന്നത് ഫ്ലവേഴ്സിലെ സ്റ്റാർ മാജിക് എന്ന പരിപാടിയിൽ നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ള അനുമോൾ എന്ന് പറയുന്ന ഈ ഒരു ചേച്ചിയാണ് അടുത്തത് ബിഗ് ബോസിലോട്ട് വരാനായിട്ട് സാധ്യതയുള്ളത്. ഓക്കെ, സാധ്യത എന്നൊക്കെ പറഞ്ഞാൽ ഇവരൊക്കെ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. എങ്കിലും ഇതൊക്കെ ബിഗ് ബോസിന്റെ തീരുമാനമാണല്ലോ. നമ്മളൊക്കെ ഇവിടെ നിന്നിട്ട് ഘോരം പ്രസംഗിച്ചുകൊണ്ട് കാര്യമില്ല. ബിഗ് ബോസ് ആണ് ഫൈനലി ആരൊക്കെ വരണം എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലായതുകൊണ്ടാണ് ഇവരെ പേരൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ ആരൊക്കെ വന്നില്ലെങ്കിലും നമ്മൾ എല്ലാവരും ബിഗ് ബോസ് കാണും. ബിഗ് ബോസ് കണ്ട് പുളകി തിന്നാവും. അതായത് ഞായറാഴ്ച രാത്രി 7 മണിക്ക് ബിഗ് ബോസ് തുടങ്ങിയിട്ട് ആൾക്കാരെയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് വിളിച്ചു കയറ്റും. അപ്പൊ അറിയാം ആരൊക്കെ വരും ആരൊക്കെ വരില്ല എന്ന്. അപ്പൊ ഞാനിപ്പോ ഈ പറഞ്ഞ 5 പേരിൽ ആരെങ്കിലും ഒക്കെ വന്നാൽ അതെന്റെ ഈ ഒരു വിജയം തന്നെയാണ്. ഞാൻ ഈ ഒരു വീഡിയോ ഇട്ട ഒരു വിജയം തന്നെയാണ്. വിജയിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയും നമ്മൾ ബിഗ് ബോസ് വീഡിയോ ആയിട്ട് വരും. അതുകൊണ്ട് തന്നെ ഈ ബിഗ് ബോസ് വീഡിയോസ് ഒക്കെ ലഭിക്കാനായിട്ട് ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് അടിച്ച് വെച്ചേക്കാം. അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. ബൈ.